Good afternoon. Good Good afternoon. afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? കഴിച്ചു. ഊണൊക്കെ കഴിഞ്ഞു അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ വരെ എടുത്തത് കളക്റ്റീവ് നൗൺ വരെ. കളക്റ്റീവ് നൗൺ വരെ ആയിട്ടുള്ളൂ അല്ലേ? യെസ് മിസ്. എല്ലാവരും എത്തിയോ? ശില്പ ശില്പ ശ്രുതി 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 can you hear me? ഉറങ്ങിപ്പോയോ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ ക്ഷീണം കൊണ്ട്? ശ്രുതി നന്ദു അല്ലേ? ശ്രുതി നന്ദു ഓക്കെ. നമ്മള് ഇന്നത്തെ ക്ലാസ്സില് പോകുമ്പോഴ് പറഞ്ഞു അല്ലേ എന്താണ് നൗൺ? വാട്ട് ഈസ് നൗൺ? പേരിനെ സൂചിപ്പിക്കുന്നത്, നാമത്തെ സൂചിപ്പിക്കുന്നത്. നാമത്തെ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ? നാമത്തെ എങ്ങനെ ഏതൊക്കെ നെയിംസ് ഓഫ് എ പേഴ്സൺ അല്ലെ? ഒരു വ്യക്തിയുടെ പേര്. നെയിംസ് ഓഫ് എ പേഴ്സൺ. ഫ്രേസ് അല്ലെ? ആനിമൽ, തിങ് or feelings or ideas അല്ലെ? These are known as nouns അല്ലെ? ഇതിനെല്ലാം കൂടി നമുക്ക് നൗൺ എന്ന് പറയാൻ പറ്റും. അപ്പോ നൗൺസിനെ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് വേർതിരിച്ചിട്ടുണ്ട്. ഡിസ്റ്റിങ്വിഷ്ഡ് അല്ലെ? ഡിസ്റ്റിങ്വിഷ്ഡ് ടു കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. വാട്ട് ഈസ് കൗണ്ടബിൾ? Qualified by a number. Qualified by a number. Qualified by a number. Quantified Qualified by a number. Quantified by a number, that's called uncountable. And for an example, Sahana, can you say an example for countable? Countable is number വെച്ച് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. നമ്പർ സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലെ? അതിന് can you give an example for it? A pen. A pen. Okay, very good. 2 eyes. Okay. ഇതെല്ലാം നമുക്ക് എന്തായിട്ട് എടുക്കാം? നമ്പേഴ്സ് ആണ് അല്ലെ? നമുക്ക് അതിന് നമ്പർ എന്താണ് എത്രണ്ണം ഉണ്ടെന്ന് പിക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ? എന്ന് പറയുമ്പോൾ അല്ലെ? ഹൗ മെനി പീപ്പിൾ അല്ലെ? എത്ര ആളുകളുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാം ഇവിടെ ഈ നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര ആളുകളുണ്ട്, എത്ര പേരുണ്ട്? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ ദിസ് ഗ്രൂപ്പ്? Can you? 400 and above ഇല്ലേ? 400 and above അല്ലെ? എന്താണ്? Then you can quantify അല്ലെ? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വിത്ത് ആ നമ്പർ അല്ലെ?
ഒരു നമ്പർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്വാണ്ടിഫൈഡ് അല്ലേ അത്, അല്ലേ? അപ്പൊ അതാണ് പറയുന്നത്. Then uncountable means എന്താണ്? uncountable mean എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് അല്ലേ? അതന്നെ മാസ് അല്ലേ? അതായത് എന്താണ്? ഹൗ മച്ച് അല്ലേ? എത്രത്തോളം അല്ലേ? ഒരു എമൗണ്ട് കൊണ്ടോ അല്ലെ വെയിറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് അതെ, ഹൗ മച്ച് ഷുഗർ അല്ലേ? ഹൗ മച്ച് ഷുഗർ ഇൻക്ലൂഡ് ഇൻ ദിസ് വെസൽ അല്ലെ? ഹൗ മച്ച് വാട്ടർ ഇൻ കണ്ടെയ്നർ അല്ലെ? അതിനല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്ര വാട്ടർ ആ കണ്ടെയ്നറിലുണ്ട് അല്ലെ? അതന്നെ. അപ്പൊ അങ്ങനെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ എന്ത്? അൺകൗണ്ടബിൾ, നോട്ട് ക്വാണ്ടിഫൈഡ് അല്ലെ? വിത്ത് എ നമ്പർ അല്ലെ? ഒരു നമ്പർ കൊണ്ട് നമുക്ക് ക്വാണ്ടിഫൈഡ് അല്ലാതെ, ബട്ട് we can specify with an amount അല്ലെ? ഒരു എമൗണ്ട് കൊണ്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? 2 kg, 2 kilo, 3 kilo അല്ലെ? ലിറ്റർ വെച്ചിട്ട് ലിറ്റർ അല്ലെ? 2 liter അല്ലെ? ഷുഗർ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനെ സ്പെസിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുന്നതാണ് അൺകൗണ്ടബിൾ അല്ലെ? ആൻഡ് ദെൻ this countable is also distinguished also category അല്ലെ? Again and categorize the proper noun and common noun. proper noun, common noun and collective noun അല്ലെ? proper noun എന്താന്ന് പറഞ്ഞു, collective noun എന്താന്ന് പറഞ്ഞു, common noun എന്താന്ന് മാഡം? കൗണ്ടബിൾ കൗണ്ടബിൾ നമ്പേഴ്സ് ഇല്ല അല്ലെ? കൗണ്ടബിളിൽ നമുക്ക് പ്രോപ്പർ നൗൺ എന്താണ്, കോമൺ നൗൺ എന്താണ്, proper noun is which gives specification. ഒരു സ്പെസിഫിക്കേഷൻ ചെയ്യുന്നത് അല്ലെ? അതാണ് ഇപ്പൊ ആനിമൽസ് ആയിക്കോട്ടെ, പേഴ്സൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും തിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നമുക്ക് സ്പെസിഫിക്കേഷൻ അവിടെ കൊടുക്കുകയാണ് ഇത് ചെയ്യുക, പ്രോപ്പർ നൗൺ ചെയ്യുക. എന്നാൽ പിന്നെ ഈ സച്ചിൻ ഈസ് മൈ ഫേവറേറ്റ് ക്രിക്കറ്റ് എക്സാമ്പിൾ. ഓക്കെ, എക്സാമ്പിൾ. Other peculiarities of main peculiarity of a proper noun is that used in a capital letter that begins with a capital letter അല്ലെ? ഒരു ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടായിരിക്കുള്ളൂ മിക്കപ്പോഴും എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിഗിൻ ചെയ്യുന്നത് ബിഗിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്രോപ്പർ നൗൺ ഉള്ളതാണ്, സെന്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. But in a common noun is generally a general noun. It is also known as general noun, and it is used in എന്തായിട്ട് യൂസ് ചെയ്യുന്നു എന്താണ്? നമുക്ക് ഈ പ്രോപ്പർ ആയിട്ടുള്ള നൗൺസിനെ നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ എന്ത് ഉപയോഗിക്കുന്നു? ജനറൽ നൗൺ ആണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പോലെയാണ് അല്ലെ? പ്രോപ്പർ നൗണിനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. അതായത് ഹി, ഷീ, ഇറ്റ്, ദേ, വി ഇതൊക്കെ പറയുന്ന എന്താണ്? ഇതൊക്കെ എന്താണ്? കോമൺ നൗണുകളാണ് അല്ലേ? അപ്പോ അതിനെല്ലാം എല്ലാ കോമൺ നൗൺസും നമുക്ക് ജനറൽ നൗൺസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് മിക്കപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിലായിരിക്കും. എ ആൻഡ് വൺ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, എന്തിലെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അത് കൗണ്ടബിൾ കേട്ടോ. ഓക്കെ, അപ്പോ ഇതെല്ലാം എന്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ആണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആയല്ലോ. ഇനി കളക്റ്റീവ് നൗണിലേക്ക് വരുമ്പോ എന്താണ് ഫസീല? കളക്റ്റീവ് നൗണിൽ എന്താണ് പ്രത്യേകത? collection of similar things, groups. സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ ഒരു കളക്ഷൻ ആണ് അല്ലെ? ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ടീം എന്ന് പറയുന്നത് അല്ലെ? ടീം എന്ന് പറയുമ്പോൾ അതില് ഡിഫറെന്റ് പ്ലെയേഴ്സ് ഇൻക്ലൂഡഡ് ആണ് അല്ലെ? ഡിഫറെന്റ് പ്ലെയേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഫാമിലി എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് മെമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണ് അല്ലെ? അപ്പൊ അതൊക്കെ ഒരു കളക്ഷൻ ആണ്. ഡിഫറെന്റ് മെമ്പേഴ്സ് ആൻഡ് ഡിഫറെന്റ് പ്ലെയേഴ്സ് അല്ലെ? ചിലപ്പോ ചില എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രൗഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് പീപ്പിൾസ് അല്ലെ?
ഇതെല്ലാം Class of students. അതെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? മനസ്സിലായി മാഡം. ഇനി എല്ലാവരും അവരവരുടെ മൈക്ക് മ്യൂട്ട് ചെയ്യുക, എന്നാലാണ് മറ്റുള്ളവർക്ക് ഇത് കേൾക്കാൻ പറ്റുള്ളൂ. ഞാൻ പ്രത്യേകം പേരെടുത്ത് വിളിക്കാം ഓരോരുത്തരെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, എന്നോട് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ അങ്ങനെ ഓക്കെ ആണെങ്കിൽ എല്ലാവരും കമ്പിട്ടാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. അത് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നോട് നിങ്ങൾക്ക് അന്നേരത്ത് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ്, ഇനി നമ്മൾക്ക് ഏതിലെ കാറ്റഗറൈസേഷൻ പഠിക്കാനുള്ളത്? അൺകൗണ്ടബിൾ. അൺകൗണ്ടബിളില് വരുന്നതാണ് ഇത് കോൺക്രീറ്റ് or material. Concrete or material noun and abstract noun. അപ്പോ കോൺക്രീറ്റ് ഓർ മെറ്റീരിയൽ നൗൺ ഓർ അബ്സ്ട്രാക്ട് നൗൺ. റിൻസി Yes, teacher. റിൻസി ഒന്ന് വായിച്ചേ. അൺകൗണ്ടബിളിന്റെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഒന്ന് പറഞ്ഞേ. രണ്ട്. ഇംഗ്ലീഷ്. Contract and absolute none. You speak in English. Contract and absolute none. അല്ല, ഞാൻ ഇങ്ങനെ പറയാം, അൺകൗണ്ടബിൾ നൗൺസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് ആണ്, അബ്സ്ട്രാക്ട് നൗൺ ആണെന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ റിൻസി. Uncountable are divided into two parts. Uncounted and absolute count. ആബ്സല്യൂട്ട് ആണോ? Abstract. എന്നാണ് Abstract. അപ്പോ uncountable nouns are divided into two. They are concrete and material noun. അല്ലെ, concrete or material noun, and second is abstract noun. Okay. And then what is the meaning of concrete noun? Concrete or material noun. അല്ലേ, എന്തെങ്കിലും have you any idea about Binoy? Binoy, have you any idea about concrete or material? Yes madam. Yes madam. Physical reality, matters and substances. Okay. അല്ലേ, വളരെ കറക്റ്റ് ആണ് അല്ലേ? ഇത് എന്താണ് മറ്റൊരർത്ഥത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു തരാം. കോൺക്രീറ്റ് ഓർ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് വി ക്യാൻ ടച്ച്. ശരിയാണോ മാഡം അത് പറഞ്ഞത്? എന്താ പറഞ്ഞത് ബിനോയ്? ഈ കോൺക്രീറ്റ് ഒരു മെറ്റീരിയൽ നൗൺ പറഞ്ഞത് ശരിയാണോ? മാസിന്റെ ആണോ പറഞ്ഞത്? അത് മെറ്റീരിയൽ കോൺക്രീറ്റ് ഫിസിക്കൽ റിയാലിറ്റി മാറ്റേഴ്സ് ആൻഡ് സബ്സ്റ്റൻസ്. ഫിസിക്കൽ റിയാലിറ്റി അതാണ് പറഞ്ഞത്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ. Then in a concrete noun we can touch, see, hear, taste. അല്ലേ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതെന്താണ്? കോൺക്രീറ്റ് നൗൺ ആണ് എന്ന് വെച്ചിട്ട് നമുക്ക് എന്താണ് അല്ലെ, എങ്ങനെയായിരിക്കാം? വി ക്യാൻ ടച്ച് അല്ലേ, അതിനെ നമുക്ക് തൊട്ട് നോക്കാം, അതിനെ കാണാനായിട്ട് സാധിക്കും, ഹിയർ കേൾക്കാനായിട്ട് സാധിക്കും അല്ലെ, ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും ഒരു ക്വാളിറ്റി, ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് ആർക്കുണ്ടായിരിക്കും? ഒരു കോൺക്രീറ്റ് നൗണിന് ഉണ്ടായിരിക്കും.
മനസ്സിലായില്ലേ? They have which qualities are qualities nouns? ഏതൊക്കെ ക്വാളിറ്റീസ് ആണ് റിസാന? എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവുന്ന പറഞ്ഞത്? Physical reality, ആ, matters physical and reality substances. അല്ലെ? ആ ഫിസിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എന്തിലൂടെയാണ് ഫിസിക്കൽ റിയാലിറ്റി വരുന്നത്? We can see and touch. ആ, see and touch അല്ലെ? Hear അല്ലെ? നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ നമുക്ക് സാധിക്കില്ലേ? അപ്പൊ അതൊക്കെ ഉൾപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ ഒന്ന് റിസാനയ്ക്ക് പറയാൻ പറ്റുമോ? Buildings, ആ, ബിൽഡിങ്സ്. ഓക്കെ. smell, table, stones, ആ, സ്റ്റോൺ അല്ലെ? എത്ര എക്സാമ്പിൾസ് വേണം അല്ലെ? എത്ര എക്സാമ്പിൾസ് അല്ലെ? മ്യൂസിക് എന്ന് പറയുമ്പോൾ വി ക്യാൻ ഹിയർ ഇറ്റ് അല്ലെ? അത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതും ഒരു കോൺഗ്രീറ്റ് നൗൺ തന്നെയാണ്. ഇനി അടുത്തതാണ് വാട്ടർ. ഓക്കെ. ഇനി അബ്സ്ട്രാക്ട് നൗണിലേക്ക് വരുമ്പോൾ അല്ലെ? അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കുള്ളൂ? cannot hear, cannot hear, We cannot hear, we can't hear, we can't see. ഫേസ് ചെയ്യാൻ പറ്റും. സ്ക്രീൻ കാണാൻ പറ്റണില്ലേ? No, miss. No, ma'am. അതെ. കാണാൻ കഴിയുന്നില്ല. എത്ര പേർക്ക് കാണാൻ പറ്റുന്നില്ല? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ബ്ലാങ്ക് ഇരിക്കുന്നത്. ബ്ലാക്ക് കളറിൽ കാണുന്നേ, കാണാൻ പറ്റുന്നില്ല. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. ഇപ്പൊ കാണാം മിസ്. ഇപ്പൊ കാണാം അല്ലേ? മാഡം എനിക്ക് കാണാൻ പറ്റില്ല മാഡം. എനിക്ക് ഇപ്പൊ കാണാം മാഡം. അബ്സ്ട്രാക്ട് നൗണിലേക്ക് വരുമ്പോൾ അബ്സ്ട്രാക്ട് we can't see അല്ലേ? Here, touch, that is intangible. ഒരു ഇൻടാഞ്ചിബിൾ ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ? കാണാനോ കേൾക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. ജസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് മാത്രമായിരിക്കും? ഫീലിങ്സ് മാത്രമായിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഹാപ്പിനെസ്. That is the example for abstract noun, happiness. Okay. Okay, miss. Okay, എല്ലാവരും. ഇനി അടുത്ത ഇതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ നൗൺ കഴിഞ്ഞു കേട്ടാ. മാം ഫ്രണ്ട്ഷിപ്പ് വരില്ലേ? വരും. ലവ്, ബ്രേവറി, ലവ്, ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം ഇതിൽ പെടുന്നതാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോട്ടെ. യെസ്. ഇനി രണ്ടാമത് എന്താ പറഞ്ഞത്? pronoun.
പ്രോനൗൺ എടുത്തു തന്നിട്ടേ ഇല്ലല്ലോ. No, miss. എന്തായിരിക്കും പ്രോനൗൺ എന്ന് വെച്ചാല്? നാമത്തിന് പകരം ഉപയോഗിക്കുന്നത്, നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് സർവനാമം അല്ലേ? സർവനാമം എല്ലാവർക്കും വേണ്ടി പൊതുവായിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ് സർവനാമം എന്ന് പറയുന്നത് അല്ലെ. പ്രത്യേകം നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്ന ആളുകളൊക്കെ എല്ലാം മൊത്തം കൂടിയ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു നാമം കൊടുത്തിട്ടുണ്ടാവും. അത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. വേറെ എന്താണ് ആ പേരെടുത്ത് പറയണ്ട അല്ലെ. നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണ് അല്ലെ, സംസാരിക്കുന്ന സമയത്ത് അയാളുടെ പേര് എപ്പോഴെപ്പോഴും ഇങ്ങനെ എടുത്ത് പറയണെങ്കിലോ നമുക്ക് എന്ത് തോന്നും? എന്താ തോന്നുന്നത്? ഡിസ്റ്റർബൻസ് തോന്നും മാഡം. അത് തന്നെ അല്ലെ, ഒരു ഡിസ്റ്റർബൻസ് അല്ലെ, ഒരു ബോറിങ്, ഇതൊക്കെ നമുക്ക് വരും അല്ലെ. അപ്പോ pronoun is used as a substitute for a noun. സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. ഏത്? നൗണിന് പകരമായിട്ട് നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ സബ്സ്റ്റിറ്റ്യൂട്ട് എ പ്രോനൗൺ അല്ലെ. അപ്പൊ നൗണിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോനൗൺ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ ഓഫ് ദ നൗൺ. എന്താണ്? യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെ. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു അല്ലെ. എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? നൗണില് അല്ലെ. നൗണിലാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ടു അവോയ്ഡ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദ നൗൺ അല്ലെ. ആ നൗണിന്റെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ എന്ത് ചേർക്കുന്നത്? ആ സർവനാമം അതായത് പ്രോനൗൺ അവിടെ ചേർക്കുന്നത്. സാധാരണ നമ്മുടെ ഐ, ഹി, ഷീ, യു, വി, ഇറ്റ്, ദേ ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് പ്രോനൗൺസ് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോനൗൺസ് ഐ, ഷീ, ഹി, യു, വി, ഇറ്റ്, ദേ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഔർ അല്ലെ. ഔർ എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? പ്രോനൗൺ ആണ്. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറയണ മിഥുൻ is a boy. Midun is a student. Midun is handsome. ഞാൻ എത്ര പ്രാവശ്യം മിഥുൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഏത് കാര്യം പറയുമ്പോഴും ഞാൻ മിഥുന്റെ കാര്യം പറഞ്ഞ മിഥുനെ കുറിച്ച് എങ്ങനെ പറയണേ? മിഥുൻ ഇസ് എ ബോയ്, മിഥുൻ ഇസ് എ സ്റ്റുഡന്റ്, മിഥുൻ ഇസ് എ ഹാൻസം, മിഥുൻ ഇസ് ഹാൻസം അല്ലെ. ഇങ്ങനെ എന്ത് ചെയ്തോണ്ടിരിക്കുന്നു? റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ മിഥുനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ റിപ്പീറ്റേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യണ്ടേ? വേണം അല്ലേ? അത് തീർച്ചയായിട്ടും നമ്മൾ ചേട്ടൻ്റെ അല്ലെ. അതവിടെ ഒരു നെസസറി ആണ്. അതൊരു അവിടെ ആവശ്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ റിപ്പീറ്റേഷൻ ടു അവോയ്ഡ് ദാറ്റ് റിപ്പീറ്റേഷൻ വി ആർ യൂസിങ് ഹിയർ ഹി. എന്ത് ഉപയോഗിക്കുന്നു? ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ പ്രോനൗൺ ഉപയോഗിക്കുന്നു അല്ലെ. എന്താണ്? പ്രോപ്പർ നൗൺ ആയിട്ടുള്ള മിഥുന്റെ സ്ഥാനത്ത് നമ്മള് എന്ത് ഉപയോഗിക്കുന്നു? ഹി എന്ന് യൂസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്ത് പറയാം? മിഥുൻ ഈസ് എ. നിത്യ ഒന്ന് പറഞ്ഞു നോക്കിയേ. നിത്യ അപ്പൊ എന്ത് പറയാൻ പറ്റും നിത്യ? നിത്യ അയ്യപ്പദാസ്. നിത്യ അയ്യപ്പദാസ് അതന്നെ. വേറെ നിത്യ ഉണ്ടാവും അല്ലെ. ഓക്കെ. മിഥുൻ ഈസ് എ ബോയ്, ഹി ഈസ് എ സ്റ്റുഡന്റ് and he is a handsome. And he is handsome.
ഓക്കെ, വെരി ഗുഡ്. Thank അപ്പൊ you, ma'am. നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം അല്ലെ. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അല്ലെ? ഓക്കെ അല്ലേ എല്ലാവരും? ഇനി ഈ പ്രോനൗണിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സബ്ജക്റ്റ് പ്രോനൗൺ എന്നും മറ്റേത് ഒബ്ജക്റ്റ് പ്രോനൗൺ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. എത്രയായിട്ട് തരംതിരിക്കാം? സബ്ജക്റ്റ് പ്രോനൗൺ എന്നും ഒബ്ജക്റ്റ് പ്രോനൗൺ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോ എന്താണ് സബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുണ്ടായിരിക്കുള്ളൂ സബ്ജക്റ്റ് പ്രോനൗൺ വരുന്നതെങ്കിൽ ഒബ്ജക്റ്റ് ആണ് ഒബ്ജക്റ്റ് പ്രോനൗണിനായിരിക്കും ഒബ്ജക്റ്റിനായിരിക്കുള്ളൂ പ്രാധാന്യം കൊടുക്കുക. ഇവിടെ മേരി wrote a letter. ഇവിടെ സബ്ജക്റ്റ് ആരാണ്? സബ്ജക്റ്റ് ഇവിടെ മേരി ആണ് അല്ലെ. എന്നാൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എലക്ടർ ആണ് അല്ലെ. ഇവിടെ ഒബ്ജക്റ്റ് ആരാണ്? എലക്ടർ. അതായത് വെർബിന് ശേഷം വരുന്നതായിരിക്കും എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. മാഡം ഈ പ്രോനൗൺ രണ്ടു തരം ഉണ്ടല്ലോ, ഏതൊക്കെയാണ് മാഡം? എന്താണ് പ്രോനൗൺ രണ്ടു തരം ഉണ്ടല്ലോ, അത് ഏതൊക്കെയാണ്? അതായത് സബ്ജക്റ്റ് പ്രോനൗൺ ആണ് ഒബ്ജക്റ്റ് പ്രോനൗൺ. കേട്ടോ? ഓക്കെ മാഡം, താങ്ക്സ്. അപ്പോ മേരി റോട്ട് എ ലെറ്റർ എന്ന് പറയുമ്പോ സബ്ജക്റ്റ് ആയ മേരിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്? മേരി റോട്ട് എ ലെറ്റർ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒബ്ജക്റ്റ് പ്രോനൗണിലേക്ക് ഇതിനെ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? എന്ത് വരും? മേരിക്ക് പകരം എന്ത് കൊടുക്കേണ്ടി വരും? അല്ലല്ല, അങ്ങനെയല്ല. അത് ആക്റ്റീവ് വോയിസിന്റെ ഇത് എടുക്കല്ലേ. ആക്റ്റീവ് വോയിസും വരില്ലേ ഇവിടെ. ഇവിടെ എന്ത് വരും? ഷീ അല്ലേ. ഇതിവിടെ എന്താണ്? നമ്മ മേരി എന്താണ്? അവൾ ഒരു കത്ത് എഴുതി എന്ന് വരുള്ളൂ. മനസ്സിലായ? എന്തുവരും? ആ സബ്ജക്റ്റ് നമ്മൾ ഷീ റോട്ട് എ ലെറ്റർ. ഷീ റോട്ട് എ ലെറ്റർ എന്നാണ് വരിക. ഇനി അപ്പൊ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? പ്രോനൗൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായ? അവിടെ പ്രോനൗൺ ആണ് നമ്മള് ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ റോട്ട് എ ലെറ്റർ. മേരിക്ക് പകരം നമ്മൾ എന്ത് ചേർത്തു? ഷീ എന്ന് ചേർത്തു. അടുത്തത് ഐ കോൾഡ് മേരി എന്നാണെങ്കിലോ മേരി എന്തെന്ന് നമ്മൾ എന്ത് ചെയ്യണം? മേരി എന്ന ഒബ്ജക്റ്റിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഐ കോൾഡ് മേരി, ഞാൻ മേരിയെ വിളിച്ചു എന്നല്ലേ പറയുന്നത്. ഞാൻ അവളെ വിളിച്ചു എന്ന് പറയണ്ടേ? അപ്പോ ഒബ്ജക്റ്റിലേക്ക് വരുമ്പോ അവൾക്കാണ് ഇവിടെ പ്രാധാന്യം. മനസ്സിലായോ? മേരി എന്ന് പറയുന്നത് എന്തായി മാറും? അല്ലേ. അപ്പൊ ഇവിടെ എന്ത് വരും? ഐ പറഞ്ഞോളൂ. ഐ കോൾഡ് വിളിച്ചു എന്ന് ഇതിലേക്ക് വരും. അപ്പൊ അങ്ങനെയാണ് എന്ത് വരുന്നത്? സബ്ജക്റ്റിൽ നിന്നും ഒബ്ജക്റ്റിലേക്ക് പ്രോനൗണിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്നത്. അതായത് സബ്ജക്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒബ്ജക്റ്റ് അല്ലെ. അതായത് മാറുന്നത് എങ്ങനെയാണെന്നാണ്. സബ്ജക്റ്റ് ഐ ആണ് വരുന്നതെങ്കിൽ അത് ഒബ്ജക്റ്റിലേക്ക് വരുമ്പോ എന്തായി പോവും? മീ എന്ന് അല്ലെ. ഞാനാണെങ്കിൽ എനിക്കെന്നുള്ള മീ എന്നുള്ള ഇതിലേക്ക് ചേഞ്ച് ചെയ്യും. യു ആണെങ്കിൽ അത് യു തന്നെയായി തീരും. ഓക്കെ. ഹി ആണെങ്കിൽ ഹിം എന്ന്. ഷീ ആണെങ്കിൽ ഹെർ. ഇറ്റ് ആണെങ്കിൽ ഇറ്റ് തന്നെയാണ്. വി ആണെങ്കിൽ അസ്. ദേ ആണെങ്കിൽ them. അപ്പോ സബ്ജക്റ്റ് പ്രോനൗൺ ഒബ്ജക്റ്റ് പ്രോനൗണിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അപ്പൊ ഞാൻ പറഞ്ഞു ഐ കോൾഡ് മേരി എന്ന് പറഞ്ഞു അല്ലെ. മേരി എന്ന് പറയുന്നത് ഷീ അല്ലേ.
ആണോ? ടി അല്ലേ സബ്ജക്റ്റില്? ആണ്. അപ്പോ ഈ മേരി ഒബ്ജക്റ്റിലേക്ക് ആക്കുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റ് ഏതാ? ഹെർ അല്ലേ? അപ്പൊ എന്താക്കണം? ഐ കോൾഡ് ഹർ. ഓക്കെ, മനസ്സിലായില്ലേ ഇപ്പൊ? I called her. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അത് ചില കേസ് നമ്മൾ പറഞ്ഞ് നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ ഐ റോട്ട് എ ലെറ്റർ എന്ന് എഴുതി അല്ലേ? ഐ റോട്ട് എ ലെറ്റർ എന്ന് എഴുതി, അല്ലെങ്കിൽ മേരി റോട്ട് എ ലെറ്റർ എന്ന് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ തന്നത് ഓർക്കണുണ്ടോ? അവിടെ മേരി എന്ന് പറയുന്നത് എന്താണ്? അവൾ ഒരു ലെറ്റർ എഴുതി എന്നാണ് അല്ലേ? മലയാളത്തിൽ അർത്ഥം നോക്കുമ്പോൾ എന്തെന്നാ പറയുന്നത്? അവൾ ഒരു ലെറ്റർ എഴുതി എന്നല്ലേ വരുള്ളൂ. അവളെ ഒരു ലെറ്റർ എഴുതി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒബ്ജക്റ്റ് വെച്ച് നോക്കി വരുമ്പോ പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമ്മൾ എങ്ങനെയാ സാധാരണ പറയാപ്പോ അഞ്ജിത? നമ്മൾ പറയുമ്പോ എങ്ങനെ പറയും? അവൾ. അഞ്ജിത ഇല്ലേ എവിടെ? ഉണ്ട് മാം, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയും? അവളൊരു ലെറ്റർ എഴുതി എന്നല്ലേ അഞ്ജിത പറയുള്ളൂ? അതെ പറയത്തുള്ളൂ. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് കേട്ടോ. സംശയം വിചാരിക്കണ്ട കേട്ടോ. വേറെ ഒന്നും കൂടി തരാം. ദ സ്റ്റുഡൻസ്. അത് നിങ്ങൾ നേരത്തെ ആ മേരിയുടെ കേസ് തന്നെ ആലോചിച്ചിട്ട് ചെയ്യണം കേട്ടോ. The students came on time. ഇതിനെ നമ്മള് ഒബ്ജക്റ്റിലേക്ക് വരുത്തുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ട് അല്ലേ? ഒന്നിൽ കൂടുതൽ ഉള്ളത് കൊണ്ട് അതെന്തായിട്ട് മാറണം? അതെ അല്ലേ? അപ്പൊ എന്ത് വരും? സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തേ. അപ്പോ they came on time അല്ലേ? അപ്പോ സബ്ജക്റ്റ് ഏറ്റവും ആദ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവയെ എന്ത് ചെയ്യണം? ആ സബ്ജക്റ്റ് പ്രോണൗണിൽ തന്നെ വരുത്തുക. എന്നാൽ നോക്ക്, ഐ സ്പോക്ക് ടു ദ സ്റ്റുഡൻസ്. ഇവിടെ നോക്കിയേ, ആ സബ്ജക്റ്റ് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണെങ്കിൽ, ഇവിടെയാണെങ്കിൽ സെന്റൻസ് ആഫ്റ്റർ എന്താണ് ഏറ്റവും അവസാനമാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതാക്കുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റിലേക്ക് വരും അല്ലെ? ഒബ്ജക്റ്റ് എന്താണ്? സ്റ്റുഡൻസിന്റെ ഒബ്ജക്റ്റ് എന്ത് വരും? അപ്പൊ them അല്ലെ? അപ്പൊ എന്ത് വരണം? എന്ത് വരും? I spoke to them. Very good. I spoke to them. അങ്ങനെയായി അല്ലേ? അങ്ങനെയായി തീർന്നു. മനസ്സിലായില്ലേ ഇപ്പൊ? ഇനി അപ്പൊ ഞാൻ പറഞ്ഞു അല്ലെ, ഐ വരുമ്പോൾ ഒബ്ജക്റ്റ് എന്താണ്? ഒബ്ജക്റ്റ് എന്താണ് സൂസമ്മേ? സൂസമ്മ വായിച്ചോ. അത് വായിച്ചോളൂ. ഇന്ന് എഴുതിയിട്ടില്ലേ? നോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല മിസ്സേ. നോട്ട് ചെയ്യണം അല്ലേ? എന്നാലല്ലേ അതിന്റെ ഒപ്പം ഒന്ന് പഠിച്ചു പോവുള്ളൂ. നിങ്ങൾക്ക് ഞാൻ നോട്ട് തരും, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാം? ഞാൻ ഈ പറയുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. ഏതെങ്കിലും ഒരു റഫായിട്ടുള്ള നോട്ട്ബുക്കിൽ ഒന്ന് വെറുതെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ഇപ്പൊ നോട്ട് ചെയ്തെടുക്കാം. ഞാൻ നോട്ട്സ് പിന്നീട് തരും. ഓക്കെ ആയോ? എഴുതാറുണ്ടായി. ഇന്ന് ഇച്ചിരി വർക്കും കൂടി ചെയ്യുന്നു. ഇച്ചിരി പണിയുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യാനിടയ്ക്ക് ക്ലാസ് കേട്ടത് അതുകൊണ്ടാ. ഓക്കെ. എന്ത് പറ്റി? നോട്ട് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ബിനോയ്? എന്താണ് പ്രശ്നം? നോട്ട് ചെയ്യാൻ പറ്റാത്ത എനി പ്രോബ്ലം? മാഡം എഴുതിക്കൊണ്ടിരിക്കുമ്പോ സ്ക്രീന് പെട്ടെന്ന് പോണം മാഡം. സ്ക്രീൻ അല്ലേ? അത് ഞാൻ എന്താന്ന് വെച്ച് ചെയ്യാം കേട്ടോ. പറഞ്ഞാ മതി കേട്ടോ ബിനോയ്. ഒന്ന് സൂചിപ്പിക്കണേ. എഴുതിക്കൊണ്ടിരിക്കാൻ സ്ക്രീൻ പോകണം മാഡം, അല്ലെങ്കിൽ എഴുതുകയാണ് ഞാൻ. നോട്ട് എഴുതുകയാണ്. നോട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോ സ്ക്രീന് പോകണം മാഡം. അപ്പൊ ഒന്ന് പറയണം കേട്ടോ. അപ്പൊ അതെന്താന്ന് വെച്ച് നമുക്ക് വേണ്ട പോലെ ചെയ്യാം കേട്ടോ. ഓക്കെ.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? Yes. ആ ഇനി പ്രോനൗൺസ് 8 ടൈപ്പ് ഉണ്ട് കേട്ടോ. 8 ടൈപ്പ് പ്രോനൗൺസ് ഉണ്ട്. ഫസ്റ്റ് ഈസ് പേഴ്സണൽ പ്രോനൗൺ. എന്നതാണ് പേഴ്സണൽ പ്രോനൗൺ ഫസ്റ്റ്. സെക്കൻഡ് പൊസസീവ്. തേർഡ് റിഫ്ലക്റ്റീവ് ഓർ എംഫാറ്റിക്. ഇത്രയും ഒന്ന് വേഗം നോട്ട് ചെയ്തെടുത്തോളൂ. പേഴ്സണൽ പ്രോനൗൺ, പൊസസീവ് പ്രോനൗൺ ആൻഡ് റിഫ്ലക്റ്റീവ് ഓർ എംഫാറ്റിക് പ്രോനൗൺ. അടുത്ത് പറയാം. എഴുതി മേഡം. കഴിഞ്ഞു. ഇനി ഡെമോൺസ്ട്രേറ്റീവ്. 4 ഡെമോൺസ്ട്രേറ്റീവ്. 5 ഡിസ്ട്രിബ്യൂട്ടീവ് വരൂല. മാം മൂന്നാമത്തെ ഏതായിരുന്നു? റിഫ്ലക്റ്റീവ്. റിഫ്ലക്റ്റീവ് എംഫാറ്റിക് പ്രോനൗൺ. റിഫ്ലക്റ്റീവ് ഓർ എംഫാറ്റിക് പ്രോനൗൺ. അപ്പൊ 4 അല്ലേ ഇത്? അഞ്ച് ഇൻഡെഫിനിറ്റ്. 6 റെസിപ്രോക്കൽ. 7 ഇന്ററോഗേറ്റീവ്. 8 റിലേറ്റീവ്. 'ശരി, നോട്ട് ചെയ്തോ എല്ലാവരും? രേവതി നോട്ട് ചെയ്തു? 8 ഇല്ലേ മേഡം? 7 ഉള്ളൂ. 8 ഉണ്ട്. 8. 8ാമത്തെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ? സൈഡിൽ എഴുതി. റിലേറ്റീവ് പറഞ്ഞ എഴുതിയില്ലേ? ഓക്കെ കണ്ടു. 6 റെസിപ്രോക്കൽ. RECI കേട്ടോ. CI ആണ് റെസിപ്രോക്കൽ. ഓക്കെയോ? ഞാനിത് കളയാണ് കേട്ടോ. ഇനി നമുക്ക് ആദ്യം പേഴ്സണൽ പ്രോനൗണിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പേഴ്സണൽ പ്രോനൗണിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോ ഈ പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദ നെയിംസ് ഓഫ് പേഴ്സൺ അല്ലെ, എന്താണ് ആരുടെ നെയിംസിന് പകരമാണ് നെയിംസ് ഓഫ് പേഴ്സൺ അല്ലെ, ആ പേഴ്സന് പകരം നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെ. അതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് അല്ലെ, അതിന് പകരമായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന പേഴ്സണൽ പ്രോനൗൺസ് ഉപയോഗിക്കുന്നത്. നെയിംസ് ഓഫ് എ പേഴ്സൺ അല്ലെ, നെയിംസ് ഓഫ് പേഴ്സൺ അല്ലെ, ആ നെയിംസ് ഓഫ് പേഴ്സന് പകരമായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് that we are using personal pronoun. And there are 3 persons. എന്താണ് ഇവിടെ 3 പേഴ്സൺസ് ഉണ്ടെന്ന് പറഞ്ഞ കാര്യം എന്താണ്? 3 പേഴ്സൺസ് 3 വ്യക്തികൾ എന്നാണോ ഉദ്ദേശിച്ചത്?
അല്ല. ഫസ്റ്റ് പേഴ്സൺ. വെരി ഗുഡ് അല്ലേ? അതായത് 3 പേഴ്സൺ ഉപയോഗിച്ചത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. വെരി ഗുഡ്. ആൻഡ് തേർഡ് പേഴ്സൺ. അങ്ങനെ 3 പേഴ്സൺസ് ആണ് ഉള്ളത് അല്ലെ? അതില് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ആരെന്തായാലും ഉൾപ്പെടും? സിംഗുലർ അല്ലെ? ഐ എന്തായാലും സിംഗുലർ ആണോ? ആണോ ബിനോയ്? മീ മീ അറിയാം അല്ലെ? ഐ എപ്പോഴും എന്തായിരിക്കുള്ളൂ? പ്ലൂറൽ ആണ് അല്ലെ? ഐ പ്ലൂറൽ ആകാനും കാര്യമുണ്ട്. ഐ എന്ന് പറയുന്നത് സിംഗുലർ അല്ല. അപ്പൊ ഫസ്റ്റ് പേഴ്സണിൽ എപ്പോഴും ആരുണ്ടായിരിക്കും? അവിടെ ഐ ഉണ്ടാവും. ഈ ഐയുടെ വിഭാഗങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ എന്തിലുണ്ടാവും? ഈ പറയുന്ന ഫസ്റ്റ് പേഴ്സണിൽ ഉണ്ടാവും അല്ലെ? ഐ ഉണ്ടാവും, വി ഉണ്ടാവും, അവർ ഉണ്ടാവും, അസ് ഉണ്ടാവും, മൈൻ ഉണ്ടാവും അല്ലെ? ഇതൊക്കെ എന്നതാണ്? മീ ഉണ്ടാവും, മൈൻ ഉണ്ടാവും, മൈ ഉണ്ടാവും. എനിക്ക് എഴുതാൻ പറ്റില്ല, ഞാനിത് മായ്ച്ചിട്ട് എഴുതിക്കോളാം. ഫസ്റ്റ് പേഴ്സണില് ആരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്? ഐ ഉണ്ട്, വി ഉണ്ട്, മീ ഉണ്ട്, അസ് ഉണ്ട്, മൈ ഉണ്ട്, മൈൻ, അല്ലെ? ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? ഫസ്റ്റ് പേഴ്സൺ വരുന്നത്. ഈ ഫസ്റ്റ് പേഴ്സണിലെ എല്ലാം എന്താണ്? ഐ എന്ന് പറയുന്നത് അല്ലെ? ഫസ്റ്റ് പേഴ്സൺ ആണുള്ള കാര്യം എന്തായിരിക്കും? ഒരു കാര്യമില്ല അല്ലെ? അതിന് വെറുതെ കൊണ്ടുവച്ചതാണോ? ഐ ഫസ്റ്റ് പേഴ്സൺ ആയിക്കോട്ടെ, എന്നാ പോട്ടെ. വി എന്താണ് ഫസ്റ്റ് പേഴ്സൺ ആയ കാര്യം? സിംഗുലർ ആയോണ്ട്. വി എന്ന് പറയുന്നത് എങ്ങനെയാണ് പിന്നെ സിംഗുലർ ആവാ? മിസ്സേ, നമ്മൾ സംസാരിക്കുന്ന ആരാണോ, എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് ആരാണോ അവരെ കുറിക്കുന്നത്. ഫസ്റ്റ് പേഴ്സണോ? റൂളറാണോ? അല്ല, ഞാൻ പറയാം. വി എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് ഫസ്റ്റ് പേഴ്സൺ ആയോ എന്നതാണ് അല്ലെ? ഈ വിയിൽ ആരുണ്ട്? ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഐ ഉണ്ടല്ലേ? ഞാൻ ഉൾപ്പെടുന്നതാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. ഞാനും കൂടി ഉണ്ടാവും ഈ വിയില് അല്ലെ? അപ്പോഴല്ലേ ഞങ്ങൾ എന്ന് പറയുള്ളൂ. മീ എന്ന് പറയാം. ആ മീയില് എന്തുണ്ട്? ഐ ഉണ്ട്, ഞാനുണ്ട് ഐയില്, മീയില്. അസ് എന്ന് പറയുമ്പോഴോ, നമ്മൾ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴ് നിങ്ങൾ എല്ലാവരും ഇല്ലേ? ഈ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടാവും അല്ലേ? ഇപ്പൊ ഇല്ലേ? ഉണ്ട് അല്ലെ? മൈ എന്ന് പറയുമ്പോഴും അതിലുണ്ട് ഐ. മൈൻ എന്ന് പറയുമ്പോഴും അതിലുണ്ട്. ഞങ്ങൾ എന്ന് പറയുമ്പോഴും അവിടെയും ഉണ്ട് അല്ലെ? ഞങ്ങളുടെ എന്ന് പറഞ്ഞാലും അവിടെയും ഈ ഞാൻ ഉൾപ്പെട്ടതാണെല്ലാം അല്ലെ? അപ്പോ അതുകൊണ്ടാണ് എല്ലാം എന്തിലേക്ക് വന്നത്? ഇത്രയും കാര്യങ്ങളെല്ലാം ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറിയതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോ ഫസ്റ്റ് പേഴ്സണിൽ ഇവരെല്ലാവരും ഉണ്ടായിരിക്കും. എന്നാൽ സെക്കൻഡ് പേഴ്സണിലേക്ക് വരുമ്പോൾ രണ്ടാമത് പറയുമ്പോൾ ആരൊക്കെയാണ്? അല്ലേ? ആദ്യത്തെ ഫസ്റ്റ് പേഴ്സൺ ആരെന്നാണ്? ഞാനാണ് അല്ലേ? അതായത് ഐ ആണ്. സെക്കൻഡ് ഞാൻ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരാള് അല്ലേ? അതായത് നീയാണ് അല്ലേ? യു ആണ് സെക്കൻഡ് വരുന്നത്. ഞാൻ എപ്പോഴും ഫസ്റ്റ് ആയിരിക്കും അല്ലേ? ഫസ്റ്റ് പേഴ്സൺ ആണ്. പിന്നെ നീ അല്ലേ? പിന്നെ തേർഡ് പേഴ്സണിലേക്ക് വരുമ്പോഴാണ് എങ്ങനെ വന്നത്? ഹി, ഷീ അല്ലേ? അവൻ, അവൾ അല്ലേ? ഇതൊക്കെ വരുന്നത് അങ്ങോട്ടായിരിക്കുള്ളൂ അല്ലെ? ഹി എന്നും ഷീ എന്നും ദേ എന്നും ഇറ്റ് എന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ സൂചിപ്പിക്കാം. യു എന്നും യുവർ എന്നും യുവേഴ്സ് എന്നും ഉള്ളതാണ്
സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി അല്ലേ? അപ്പൊ ഇതൊക്കെയാണ്. മാഡം ഈ യുവർ റിവേഴ്സ് അതൊന്നും വരില്ലേ? അതല്ലേ ഞാൻ എഴുതിയിട്ടില്ലേ അവിടെ? ഒന്ന് നോക്കിയേ സ്ക്രീനിലോട്ട്. യുവേഴ്സ് അല്ലേ? ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ടാണ് എന്ത് വരുന്നത്? സെക്കൻഡ് പേഴ്സൺ വരുന്നത്. എന്നാൽ തേർഡ് പേഴ്സണിലേക്ക് വരുമ്പോഴാണ് അവനെന്നും അവളെന്നും അല്ലെ? അവനെന്നും തേർഡ് പേഴ്സണിലാണ് എന്ത് വരൂ? he, his, him, she, her, hers, ഇതെല്ലാം എന്തിനു വരുന്നു? തേർഡ് പേഴ്സണിലേക്കാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ എന്താണെന്ന് മനസ്സിലായി, സെക്കൻഡ് പേഴ്സൺ എന്താണെന്ന് മനസ്സിലായി, തേർഡ് പേഴ്സൺ എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഓക്കെ ആയോ അഞ്ജിത? മനസ്സിലായി. ഒന്ന് മ്യൂട്ട് ചെയ്യണേ എല്ലാവരും. ഞാൻ ചോദിക്കും മാത്രം ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി. സഹല കബീർ. എന്തൊക്കെയാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ആ പ്രോണൗൺ തൊട്ട് ഒന്ന് മനസ്സിലായതൊന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവേറ്റ് ചെയ്ത് പറഞ്ഞേ. 8 പ്രോണൗൺസിന്റെ എന്താണ് പ്രോണൗൺ എന്ന് ആദ്യം പറ. പ്രോണൗൺ എന്ന് പറഞ്ഞാല് 2 ടൈപ്പ് ഉണ്ട്. ഒബ്ജക്ട് പ്രോണൗൺ ആൻഡ് സബ്ജക്ട് പ്രോണൗൺ. അറിയാവുന്ന രീതിയിൽ ആദ്യം പ്രോണൗൺ എന്താന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. എന്നിട്ട് അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്ന ആളൊന്ന് പറഞ്ഞു കൊടുത്തേക്കാം. ശ്രദ്ധിച്ച് കേട്ടിരിക്കാം. Pronoun stands for a noun. 2 types, object and subject pronoun. Pronoun എന്ന് പറയുന്നത് എന്താണെന്നാണ്? Stands for in a noun അല്ലേ? സർവനാമം. Binoy, you mute your mic. ചല പറഞ്ഞേ. Stands for a noun അല്ലേ? ആണോ? സുലൈമാൻ ഒമാൻ എന്ന് കണ്ടു അല്ലെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഹലോ മാം. ഇപ്പൊ സഹല പറഞ്ഞു പ്രോണൗൺ ഇത് ചെയ്യുന്നതാണ്. എന്താണ് പ്രോണൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സഹലക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? Pronoun used as a substitute for a noun. സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ? ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് നൗണിന്റെ. അതെന്നെയാണോ സഹല പറഞ്ഞത്? അതെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് നൗൺ അല്ലേ? To avoid repetition of noun. Okay, very good കേട്ടോ. ഓക്കെ, നിങ്ങളത് ക്യാച്ച് ചെയ്യുന്നുണ്ടല്ലോ. For example, I, he, she, you, we, it, they. Okay, very good. Midun is a boy, Midun is a student, Midun is handsome. Okay, very good. ഇനി ഞാൻ അടുത്ത ആളോട് ഞാൻ ചോദിക്കാം ബിനോയ്. ഞാൻ അടുത്ത ആൾക്കോട് ചാൻസ് കൊടുക്കട്ടെ കേട്ടോ. റിസാനി. അതിപ്പോ പ്രോണൗണിന്റെ ഡെഫിനിഷൻ നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലെ? ഇനി ഏതൊക്കെ ടൈപ്പ് പ്രോണൗൺസ് ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. എത്ര ടൈപ്പ് ഉണ്ട്? 2 types, subject pronoun, object pronoun. സബ്ജക്ട് പ്രോണൗണും ഒബ്ജക്ട് പ്രോണൗണും പഠിച്ചു അല്ലെ? ഓക്കെ. ഇനി സുരഭി, എത്ര ടൈപ്പ് പ്രോണൗൺസ് ഉണ്ട് നമ്മൾക്ക്? 2 ആണോ? അല്ല, pronouns divided into 8 types. ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ. Pronoun divided into 8 types. ഓക്കെ. ഏതൊക്കെയാ പറഞ്ഞത്? Personal pronoun, possessive pronoun, reflective or emphatic pronoun, demonstrative pronoun,
emphatic pronoun, demonstrative pronoun, indefinite pronoun, indefinite pronoun, reciprocal pronoun, interrogative pronoun, relative pronoun. Oh, very good, very good. ഇനി അടുത്ത എന്താണ് നമ്മൾ പറഞ്ഞത്? മേഘ, മേഘ, മേഘ. എത്ര പേഴ്സൺസ് ആയിട്ടാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത് അല്ലെ? പേഴ്സണൽ പ്രോനൗണിനെ അല്ലെ? പേഴ്സണൽ പ്രോനൗൺ. പേഴ്സണൽ പ്രോനൗൺ തേർഡ് ടൈപ്പ്. പേഴ്സണൽ പ്രോനൗണിനെ പേഴ്സണൽ പ്രോനൗൺ ആണ് പിന്നെ നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പേഴ്സണൽ പ്രോനൗൺ ആണ്. അത് നെയിമിന് പകരം പേഴ്സൺസിന് നെയിമിന് പറഞ്ഞത്. എത്ര പേഴ്സൺസ് ഉണ്ട് അവിടെ? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. 3 പേഴ്സൺസ് അല്ലേ? പേഴ്സൺസ് അല്ലേ? ഓക്കെ. ഏതൊക്കെയാണ് ആ 3 പേഴ്സൺസ്? ഫസ്റ്റ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സന്റെ ഫസ്റ്റ് പേഴ്സന്റെ ഐ, വി, മീ അതൊക്കെ എഴുതിയിരിക്കുക. യൂസ് ചെയ്യുന്നത് അല്ലേ? അവോസ് ഇതെല്ലാം ഫസ്റ്റ് പേഴ്സണിൽ പെടും അല്ലേ? ഓക്കെ. റോഷിനി, ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. റോഷിനി, Roshini, can you hear me? Yes, ma'am. ഇനി സെക്കൻഡ് പേഴ്സൺ ഏതൊക്കെയാണ് റോഷിനി? You, yours. Ma'am, കേൾക്കുന്ന you, yours. ഒരെണ്ണം ഇവിടെ ഉണ്ടല്ലോ. You, your, yours അല്ലേ? ഓക്കെ. Okay, Risani. Yes, ma'am. In the third person He, she, they, it, its, his, him, her, hers. Okay, very good. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ? എല്ലാവരും ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അപ്പൊ എല്ലാവരും നന്നായിട്ട് ഇത് ചെയ്യാ. ഇനി അടുത്തത് പൊസസീവ് പ്രോനൗൺ ആണ്. പൊസസീവ് എന്താണ്? നമ്മൾ അടുത്തതിലേക്ക് പോകുന്നതാണ്. എന്താണ് ഒരു പൊസസീവ് എന്ന് പറഞ്ഞാല്? നമ്മൾ വളരെ പൊസസീവ് ആണ്, അല്ലെങ്കിൽ അവൻ വളരെ പൊസസീവ് ആണ് എന്നൊക്കെ നമ്മൾ ആ വേർഡ് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് അല്ലെ? എന്താണ് പൊസസീവ്? ബിനോയ്, വാട്ട് ഈസ് പൊസസീവ്? പൊസസീവ് എന്ന് പറയുമ്പം തിങ്സിനെ പറ്റിയല്ലേ പറയണം മാഡം? എന്താണ് തിങ്സ്? അല്ല, പൊസസീവ്. അതിന്റെ മീനിങ് എന്താ? പൊസസീവ് എന്ന് വെച്ചാ നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം എന്നുള്ള രീതിയിൽ നല്ല ഊന്നൽ നൽകിക്കൊണ്ട് പറയുന്നത്. അതില് നമുക്ക് എന്താണ് പ്രത്യേക ഒരു അധികാരമാണ് അല്ലെ? ദാറ്റ് ഈസ് ഓണർഷിപ്പ്. നമ്മുടെ കൈവശമുള്ള ഓണർഷിപ്പാണ് അല്ലേ? നമ്മുടേതാണത് അല്ലെ? അത് മറ്റാർക്കും എന്ത് ചെയ്യില്ല, അത് കൊടുക്കാനൊന്നും നമ്മൾ തയ്യാറാകില്ല അല്ലെ? അത് ഓണർഷിപ്പ് എന്നുള്ള മീനിങ് ആണ് ഇതിനുള്ളത്, പൊസസീവിന് ഉള്ളത്. ടു ഷോ ഓണർഷിപ്പ് ത്രൂ ദിസ് പൊസസീവ് നൗൺ അല്ലെ? പൊസസീവ് നൗണില് ഒരു ഓണർഷിപ്പാണ്, ഓണർഷിപ്പ് കാണിക്കുന്നതാണ് പൊസസീവ് നൗൺ എന്ന് പറയുന്നത്. അതായത് മൈൻ, എന്റേത് അല്ലെ? ഇത് എന്റേതാണ്. മൈൻ, ഇത് എന്റേതാണ്. കൂടുതലായിട്ട് എന്ത് പറയണേ? എംഫസൈസ് ചെയ്ത് പറയാണ് അല്ലെ? കൂടുതൽ ഊന്നി തന്നെ പറയുകയാണ്. ദിസ് ഈസ് മൈൻ, ഇത് എന്റേതാണ്. The shirt is mine അല്ലെ?
ആ ഷർട്ട് എന്റേതാണ് അല്ലേ? അല്ലെങ്കിൽ that car is mine അല്ലേ? ആ കാർ എന്റേതാണ്, അത് വേറെ ആരുടെയും അല്ല, അത് എന്റെയാണ് അല്ലേ? അപ്പൊ എന്താണ് അവിടെ ഒരു ഓണർഷിപ്പ് ആണ് വരുന്നത്. ഇറ്റ്സ് മൈൻ, യുവേഴ്സ് അല്ലേ? നിങ്ങളുടെ, that's yours അല്ലേ? ഇത് നിങ്ങളുടേതാണ്, അത് തന്റെയാണോ എന്ന് ചോദിക്കുമ്പോ അല്ല അല്ലേ? നോ, that's yours അല്ലേ? അത് നിങ്ങളുടേതാണ് എന്ന് പറയാൻ പറ്റില്ലേ? അതൊക്കെ ഓണർഷിപ്പ് ആണ്. പിന്നെ ഹിസ്, that എന്താണ്? ഒരു എക്സാമ്പിൾ എന്ന് പറയാം. This is his book. This pencil belong to me. വെരി ഗുഡ് അല്ലേ? അപ്പോ ഹിസ് ബുക്സ് അല്ലേ? അത് അവന്റെ ബുക്കുകളാണ്. That book is mine. That book is mine already. We said about it അല്ലേ? ഇനി his, her അല്ലേ? That bangles are hers അല്ലേ? അത് അവളുടേതാണ്, അവളുടെയാണ്, ഹേഴ്സ് അല്ലേ? അവളുടേത് അല്ലേ? ഹേഴ്സ്. പിന്നെ ഇറ്റ്സ്, our house അല്ലേ? ഇന്ത്യ is our nation അല്ലേ? ഇത് ഞങ്ങളുടെ ഇന്ത്യ, ഞങ്ങളുടെ രാജ്യമാണ്. ഇന്ത്യ is our nation അല്ലേ? ഇന്ത്യ is my country എന്നൊക്കെ പറയുമ്പോഴല്ലേ? അപ്പൊ നമുക്ക് എന്താണ്? അതിലൊരു ഓണർഷിപ്പാണ് നമുക്ക് അവിടെ വരുന്നത്. ദിസ് ഇസ് മൈൻ, എന്റേതാണ്. ദാറ്റ് ഇസ് യുവേഴ്സ് അല്ലേ? അത് നിന്റേതാണ്. ഹിസ് ബുക്സ്, അവന്റെ ബുക്കാണ്. ഹെർ ഡോക്ടർ അല്ലേ? അവളുടെ മകളാണ്. ഹെർ ഡോക്ടർ, അവളുടെ മകളാണ്. ദാറ്റ് ബാംഗിൾസ് ആർ ഹേഴ്സ് അല്ലേ? ആ ബാംഗിൾസ് അവളുടേതാണ്. ഇറ്റ്സ് മൈൻ, അത് എന്റേതാണ്. അത് എന്റെ, ദാറ്റ് ഇറ്റ്സ് അല്ലെ? ഇറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ബുക്കായാലും ചെയറായാലും എന്തായാലും ഇറ്റ്സ് എന്ന് ഉപയോഗിക്കാം. അത് എന്റേതാണ്, അത് എന്റേതാണ്. our നേഷൻ, ഞങ്ങളുടെ നേഷൻ അല്ലെ? ഔസ് അല്ലെ? ഔസ് എല്ലാം നമുക്ക് ഉപയോഗിച്ച് ഇതെല്ലാം കാണിക്കുന്നത് ഏതാണ്? ഒരു പൊസസീവ് ആണ് അല്ലെ? ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഒരു പൊസസീവ് നൗൺ ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ ആയോ? ആയില്ലേ? അപ്പൊ ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ ഒരു സബ്ജക്റ്റ് പ്രോനൗൺ, സബ്ജക്റ്റ് പ്രോനൗൺ, ഒബ്ജക്റ്റ് പ്രോനൗൺ. ഇതിൽ പറഞ്ഞതാണോ മേഡം? പൊസസീവ് പറഞ്ഞതാണോ? അതെ അതെ. അതിന്റെ ടൈപ്സ് ആണോ മേഡം? പൊസസീവ് പ്രോനൗൺ, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ആൻഡ് പൊസസീവ്. പിന്നെ ഒരു അഡ്ജക്റ്റീവ് ഉണ്ട് കേട്ടോ, അത് പറയാം. അഡ്ജക്റ്റീവ് പ്രോനൗൺ ഉണ്ട്. അപ്പോ ഫസ്റ്റ് പ്രോനൗൺ ആയിട്ടുള്ള അല്ലേ? അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐ അല്ലേ? ഐ എന്നുള്ളത് ഐന്റെ ഒബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറയുന്നത് മീ ആണ്. എന്താണ്? മീ ആണ് അല്ലേ? എന്നാൽ അത് പൊസസീവിലേക്ക് വരുമ്പോൾ അല്ലേ? പൊസസീവിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറുന്നു? മൈൻ, എന്റേത് എന്നായിട്ട് മാറുന്നു. മൈൻ, എന്റേത്. പക്ഷേ മൈ എന്ന് പറയുന്നത് നാമവിശേഷണമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് മൈ എന്ന് പറയുന്നത്. മനസ്സിലായോ? അഡ്ജക്റ്റീവ് പ്രോനൗൺസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇത്രയും മാത്രം ഇപ്പൊ ശ്രദ്ധിക്കുക. അഡ്ജക്റ്റീവ് ഞാൻ പിന്നെ പറയാം. ഇത്രയും ശ്രദ്ധിക്കുക പൊസസീവ് പ്രോനൗൺ വരെ. ഇനി പ്ലൂറലായ വി വരുമ്പോൾ ഒബ്ജക്റ്റ് പ്രോനൗൺ എന്താ? അസ് ആണ്. അസ്, നമ്മുടേത് അല്ലേ? അപ്പോ പൊസസീവ് ഏതായിരിക്കുള്ളൂ? അതിന്റെ അഡ്ജക്റ്റീവ് ഔറാണ് എന്നുള്ളത്. പിന്നെ യു എന്തായിരിക്കുള്ളൂ? യുവിന്റെ സബ്ജക്റ്റ് പ്രോനൗൺ യു ആണ്. യുയില് ഒബ്ജക്റ്റ് പ്രോനൗൺ യു തന്നെയായിരിക്കും. പൊസസീവ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
yours. yours അല്ലേ yours. ഓക്കെ, അപ്പോ ഇവിടെ യുവർ ആയിട്ടുള്ള അബ്ജക്റ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത് യുവർ ആണ്. ഇത്രയും കാര്യം മനസ്സിലായോ? സെക്കൻഡ് പേഴ്സന്റെ കാര്യം കേട്ടാ ഇത് യു എന്നത് സെക്കൻഡ് കേട്ടോ. ഫസ്റ്റ് പേഴ്സൺ ആണ് ഞാൻ ഈ രണ്ടെണ്ണം കാണിച്ചത് കേട്ടോ. തേർഡ് പേഴ്സൺ എഴുതട്ടെ ഇനി. നോട്ട് ചെയ്തോ എല്ലാവരും? Yes, ma'am. എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടോ? ചെയ്തു മേഡം. കഴിഞ്ഞോ? വിനായ് ആ എഴുതി മേഡം. എഴുതി. ഓക്കെ, എല്ലാവരും എത്തിക്കഴിഞ്ഞോ? എല്ലാവരും വേഗം ഒന്ന് റഫായിട്ട് എഴുതിയെടുത്താൽ മതി എല്ലാവരും. വേറെ ഒന്നും വേണ്ട കേട്ടോ. ഭംഗിക്കൊക്കെ ഒന്നും എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. മേഡം ഇങ്ങനെ വരയ്ക്കുന്നുണ്ടോ മേഡം? അല്ലെങ്കിൽ സബ്ജക്ട് പ്രോണൗൺ എഴുതിയിട്ട് ഐ വി യു അങ്ങനെ എഴുതിയ പോരെ? അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ നോട്ട് ചെയ്തെടുക്കുക. ഇനി തേർഡ് പ്രോനൗൺ തേർഡ് ആയിട്ടുള്ള അല്ലെ തേർഡ് പേഴ്സണിലാവുമ്പോൾ എന്തൊക്കെ വരും? ഹി, ഷീ, ഇറ്റ് അല്ലെ ഇത്രയൊക്കെയാണ് വരുന്നത് അല്ലെ. ഹി, ഷീ, ഇറ്റ്. അത് ഒബ്ജക്റ്റ് പ്രോനൗണിലേക്ക് വരുമ്പോൾ ഹിസ് എന്നും ഹെർ എന്നും ഒരു ഫോം ഉണ്ട് കേട്ടോ. ഹിസ്, ഹെർ, പിന്നെ ഇറ്റ്. മറ്റേല് അഡ്ജക്റ്റീവ് പ്രോനൗണിലേക്ക് വരുമ്പോഴ് ഞാനിത് പറഞ്ഞോ? പൊസസീവ് പറഞ്ഞോ? ഇല്ലല്ലോ. പൊസസീവ് എന്തെന്നെ വരും? ഹിസ്, ഹെർ, ഇറ്റ്. ഓക്കെ. അയ്യോ, ഒരു മിനിറ്റ് തെറ്റിപ്പോയിട്ടുണ്ട്. ഒരു മിനിറ്റ് എഴുതല്ലേ. ഒബ്ജക്റ്റ് വ്യത്യാസം വന്നു. ഒബ്ജക്റ്റ് ഇതല്ല വരണ്ടേ. ഒബ്ജക്റ്റില് ഹിം എന്നും ഹെർ എന്നും ഇറ്റ് എന്നുമാണ് കേട്ടോ വരുന്നത്. വലിയ വ്യത്യാസം ഒന്നുമല്ല. ആ ഹീയുടെ മാത്രം ഒരു വ്യത്യാസം വന്നുള്ളൂ. ഹിം എന്നും ഹെർ എന്നും ഇറ്റ് എന്നും വരുന്നു. എന്നാൽ പൊസസീവിലേക്ക് വരുമ്പോ ഹിസ് എന്നും ഹെർ എന്നും ഇറ്റ് എന്നൊക്കെയാണ് വരിക. ഇനി ദേ എന്തായിട്ട് മാറും? ഒബ്ജക്റ്റില് ദം ആയിട്ട് മാറും. അത് ദയേഴ്സ് ആയിട്ടാണ് എന്തിന് മാറുന്നത്? പൊസസീവിലെ മാറും. ഓക്കെ ആയില്ലേ? യെസ് മാം. അഡ്ജക്റ്റീവില് വരില്ലേ? അപ്പൊ മാറ്റം വരില്ലേ? അതേപോലെ തന്നെയാവോ? ഏതില്? അഡ്ജക്റ്റീവ് വരുമ്പോ അഡ്ജക്റ്റീവില് എനിക്കിവിടെ എഴുതാൻ സ്ഥലമില്ലാഞ്ഞത് കൊണ്ടാണ്. അപ്പോ ഇതിന്റെ എല്ലാം അഡ്ജക്റ്റീവ് വരുമ്പോൾ അഡ്ജക്റ്റീവിലെ മാറ്റം എന്താന്ന് വെച്ചാല് ഹിസ്, അവിടെ ഹിസ്സും ഹെറും ഇറ്റ്സും വരും അഡ്ജക്റ്റീവില്. ദേ എന്താവും? ദയർ ആയി തീരും അഡ്ജക്റ്റീവ് ഫോമില്. രണ്ട് വ്യത്യാസം അവിടെ വരും കേട്ടോ. ഓക്കെ. എല്ലാവർക്കും ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്ലാസ്സില് ഞാൻ റിഫ്ലക്റ്റീവ് ഓർ എംഫാറ്റീവ് പ്രോനൗൺ എടുത്തോളാം കേട്ടോ. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കിയൊക്കെ വരാട്ടോ. ഒന്നും സംശയമൊന്നുമില്ല എല്ലാവർക്കും? ആർക്കില്ല. അപ്പോ നോട്ട് ഞാൻ തന്നിരിക്കാം. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യാ? ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ റെഫർ ചെയ്യുക. എന്താന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു നോട്ടിലൊന്ന് എന്ത് ചെയ്യുക? നോട്ടിലൊന്ന് കുറിച്ചൊക്കെ വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ അത് ചെയ്തോളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾക്കത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്കത് വായിക്കാനും പറയാനും ഒക്കെ പറ്റും. എക്സാമിന് നിങ്ങൾക്കത് സഹായിക്കും. Okay. We will meet next class. Okay, ma'am. Okay, ma'am.
Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, thank you. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. അടുത്ത സബ്ജക്റ്റ് ആണ് ശരണ്യ മാമിന്റെ ക്ലാസ്സാണ് അടുത്തത്.